പ്രിയപ്പെട്ടവരെ, എക്കണോമിക്സ് പഠിച്ചാലുള്ള സാധ്യത എവിടെയൊക്കെ പഠിക്കാൻ സാധിക്കുമെന്നാണ് കീർത്തന രാജേഷ് എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയുടെ +2 വിദ്യാർത്ഥിനിയുടെ സംശയം. എക്കണോമിക്സ് കേരളത്തിലെ മിക്ക ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും നൽകുന്ന BA എക്കണോമിക്സ് കോഴ്സ് നൽകുന്നുണ്ട്. അങ്ങനെ പഠിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് CUT എൻട്രൻസ് വഴി ഡൽഹിയിലെ പ്രശസ്തമായ കോളേജുകളിൽ, നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയൊക്കെ 5 വർഷത്തെ എക്കണോമിക്സ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പഠിക്കാൻ സാധിക്കും. പൂനെയിലെ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, ഇവിടെയൊക്കെ CUT എൻട്രൻസ് വഴിയാണ് പ്രവേശനം കിട്ടുന്നത്. പിന്നെ PG തലത്തിൽ, ഇപ്പോൾ PG തലത്തിൽ നമുക്ക് അഗ്രികൾച്ചർ, ബിസിനസ് ഡെവലപ്മെൻറ്റ്, ഹെൽത്ത്, ഇൻഡസ്ട്രിയൽ, അങ്ങനെ പല മേഖലകളിലേക്ക് അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. PGക്കും ഈ വളരെ സ്വകാര്യ യൂണിവേഴ്സിറ്റികളൊക്കെ എക്കണോമിക്സ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ സർക്കാർ മേഖലയിലുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ പ്രവേശന പരീക്ഷയുണ്ട്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ +2 തലത്തിൽ മാത്സ് പഠിച്ചിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്കോൾ കേരള മുഖേന ഇപ്പോൾ +2 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അഡീഷണലായിട്ട് മാത്സ് പഠിക്കാനുള്ള സൗകര്യം കേരള സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ PG തലത്തിൽ നമ്മുടെ കുസാറ്റ് നല്ല ഇതാണ്. തിരുവനന്തപുരത്ത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ്, പൂനെയിലുള്ള ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ്, റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് റിസർച്ച്, മുംബൈ, പിന്നെ കേന്ദ്ര വാണിജ്യകാര്യ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ഇങ്ങനെ വളരെ പ്രശസ്തമായ നിരവധി സ്ഥാപനങ്ങളുണ്ട്. പിന്നീട് PG എക്കണോമിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന് പറയുന്ന പരീക്ഷ എഴുതാൻ സാധിക്കും. ഇത് ഒരു UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമാണ്. അത് പാസ്സായിട്ട് വരുന്നവരാണ് ഇന്ത്യയുടെ പ്രമുഖരായ വാണിജ്യ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. IAS എക്സാം പാസ്സായി വരുന്നവരാണ്. അങ്ങനെ പിന്നെ പ്രൈവറ്റായിട്ടും, അതായത് സ്വകാര്യ മേഖലകളിൽ, കോർപ്പറേറ്റ് രംഗത്തുമൊക്കെ നിരവധി ജോലി അവസരങ്ങൾ എക്കണോമിക്സ് നൽകുന്നുണ്ട്. പക്ഷേ പഠിക്കുമ്പോൾ നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്നുള്ളത്, അങ്ങനെ പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലി, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മേഖലകളിലൊക്കെ ജോലി കിട്ടാൻ അത് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കരിയർ സംബന്ധമായ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളെക്കുറിച്ച് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.